ഹായ് എവ്രി വൺ. ക്യൂബിറ്റ് അക്കാദമിയുടെ SSC റെയിൽവേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും GDയുടെ പ്രിപ്പറേഷൻ നന്നായി നടത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ആതിര. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ GDയിൽ 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന GDയുടെ ബയോളജി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസും അനാലിസിസുമാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം തന്നെ ബയോളജി പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ SCERT ആയിക്കോട്ടെ NCERT ആയിക്കോട്ടെ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബയോളജി GDയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൽ ഈസ് ദ ഡാഷ് ലിവിങ് പാർട്ട് ഓഫ് എൻ ഓർഗാനിസം. ആദ്യം നമുക്ക് സെൽ എന്താണെന്ന് നോക്കാം. നമ്മൾ കുഞ്ഞിലെ മുതൽ 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച് കേട്ട് പരിചയമുള്ളൊരു വേർഡാണ് സെൽ എന്ന് പറയുന്നത്. എന്താണ് സെല്ല്? നമ്മുടെ ഹ്യൂമൻസിൻ്റെതായിക്കോട്ടെ ആനിമൽസിൻ്റെതായിക്കോട്ടെ പ്ലാന്റ്സിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് ഒരു ജീവിയുടെ ബോഡിയുടെ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെൽ എന്ന് പറയുക. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ലൈഫ് എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ലൈഫ്. സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കണം, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ആൻസർ സിമ്പിളായിട്ട് കണ്ടെത്താലോ. സെൽ ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് പാർട്ട് ഓഫ് എൻ ഓർഗാനിസം. എന്താ പറയുന്നത്? സ്മോളസ്റ്റ് ലിവിങ് പാർട്ട് ഓഫ് എൻ ഓർഗാനിസം. ഇത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് സെല്ലുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? സ്കൂളുകളിൽ പഠിക്കുമ്പം മൈക്രോസ്കോപ്പിലൂടെയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഏറ്റവും ചെറുതായതുകൊണ്ടാണ് നമ്മളിതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം എന്താകും? മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ചെറിയ റൂമുകൾ പോലെ ചെറിയ അടുക്കുകൾ പോലെ നമുക്ക് സെല്ലുകൾ കാണാം. സെല്ലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? കുറേ സെൽ ഓർഗനൽസുകളും ഉണ്ട് അല്ലേ? എല്ലാ ഫങ്ഷനെയും ബോഡിയിൽ നിന്ന് നടക്കുന്ന എല്ലാ ഫങ്ഷൻസിൻ്റെയും അടിസ്ഥാനമായിട്ട് എല്ലാ പ്രോസസ്സും നടക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? സെല്ലിൽ വെച്ചിട്ടാണ്. അപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ പാർട്ട്, ഒരു ബോഡിയിലെ ഏറ്റവും ചെറിയ പാർട്ട്, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ചെറിയ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് പാർട്ട് ഓഫ് എൻ ഓർഗാനിസം. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which term did Robert Hooke coin when he observed slices of a cork under a simple magnifying device? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയാം. Which term did Robert Hooke? റോബർട്ട് ഹുക്ക് എന്നൊരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ഒരു കോർക്കിൻ്റെ സ്ലൈസ് ഒരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസിലൂടെ നോക്കി. അപ്പോൾ എന്തോ ഒരു സാധനം എന്ത് ചെയ്തു? സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസിലൂടെ, എന്തോ ഒരു സാധനമല്ല, നമ്മുടെ സ്ലൈസിന് എന്താണ് കോർക്കിൻ്റെ ഒരു സ്ലൈസ് നമ്മൾ എന്ത് ചെയ്തു? റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു? ഒരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസ്, അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ എന്ത് കണ്ടു എന്നാണ് ചോദിക്കുന്നത്. എന്തോ ഒരു സംഭവം റോബർട്ട് ഹുക്ക് കണ്ടു. അതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കാം സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസിലൂടെ നോക്കിയപ്പോൾ റോബർട്ട് ഹുക്ക് കണ്ടത്? റോബർട്ട് ഹുക്ക് ആരാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുപരിചയമുള്ള ഒരു ആളാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. റോബർട്ട് ഹുക്ക് 1665 1665 റോബർട്ട് ഹുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം ഈ 1665 ഈ സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസ് വെച്ചിട്ട് നോക്കിയപ്പം ഇദ്ദേഹം എന്ത് കണ്ടു? ഒരു സെല്ല് കണ്ടു. ഈ സെല്ലിൻ്റെ ഉള്ളിൽ ചെറിയ അടുക്കുകളായിട്ട് ചെറിയ ഫാക്ടറീസ് പോലെ കുഞ്ഞു റൂമുകൾ പോലെയുള്ള ഒരു പോർഷൻ കണ്ടു. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? സെൽ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. സെൽ എന്ന് വിളിച്ചു. അപ്പം ഇദ്ദേഹം എന്ത് കണ്ടെത്തി? സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസ് അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? സെല്ല് കണ്ടുപിടിച്ചു. ഏത് ഇയറാണ് കണ്ടുപിടിക്കുന്നത്? 1665 1665 ഇദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? സെല്ല് കണ്ടുപിടിച്ചു. നമ്മൾ സെല്ലിനെ പറ്റി പഠിക്കുന്ന ഒരു സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട് അല്ലേ? എല്ലാ ടേമായാലും അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ആ ശാസ്ത്രശാഖേനെ പറയുന്ന പേരാണ്, സെല്ലിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് സൈറ്റോളജി. എന്താണ് പറയുന്നത്? സൈറ്റോളജി. നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ ആരായിരിക്കും ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത്? ഓഫ് കോഴ്സ് അത് ആര് തന്നെയായിരിക്കും? റോബർട്ട് ഹുക്ക് ആയിരിക്കും. ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1665 ഇദ്ദേഹം ഈ ഒരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസ് അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചത്? സെല്ല് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസ് ആണ്, സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ സെല്ല്
മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ സെല്ലിന് ജീവനുണ്ടോ, ജീവനില്ലേ, ഇതൊന്നും ആര് കണ്ടുപിടിച്ചിട്ടില്ല, റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ആൻഡമാൻ ല്യൂവൻ ഹുക്ക് എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റ് എന്ത് കണ്ടുപിടിക്കുകയാണ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ല, അദ്ദേഹം യൂസ് ചെയ്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ കോശങ്ങൾക്ക് ജീവനുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റോബർട്ട് ഹുക്ക് ഒരു സിമ്പിൾ സെല്ല് കണ്ടുപിടിക്കുകയും ആൻഡമാൻ ല്യൂവൻ ഹുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, ലിവിങ് സെല്ലിനെ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ. ജീവനുള്ള കോശങ്ങളെയാണ് ആൻഡമാൻ ല്യൂവൻ ഹുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടും മാറിപ്പോവാതിരിക്കുക, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി നെക്സ്റ്റ് എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് ജീവനുള്ള കോശങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്നായിരിക്കാം. അപ്പം റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് സെല്ലിനെയും ആൻഡമാൻ ല്യൂവൻ ഹുക്ക് കണ്ടുപിടിക്കുന്നത് ജീവനുള്ള കോശങ്ങളെയും ലിവിങ് സെൽസിനെയും ആണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡാഷ് ആർ നോൺ ആസ് ദ പവർ ഹൗസസ് ഓഫ് ദ സെൽ. അപ്പം സെല്ലിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെല്ലാണ്. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യണേ. ഇതൊരു സെല്ലാണ്. സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലേ. ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടും കുറേ അധികം സെൽ ഓർഗനൽസിനെ സെല്ലിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും അല്ലേ. നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്ന ന്യൂക്ലിയസ് ഉണ്ടാകും. ഇപ്പം മൈറ്റോകോൺട്രിയാസ് ഉണ്ടാകും, അതുപോലെ റൈബോസോംസ് ഉണ്ടാകും, ലൈസോസോമുകൾ ഉണ്ടാകും, ഇതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടാകും. ഇങ്ങനെ കുറേ ഓർഗനൽസ് ഉണ്ട്. അപ്പം ഏതോ ഒരു ഓർഗനലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ഏത് സെൽ ഓർഗനലിനെയാണ് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ പവർ ഹൗസ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിന് പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതോ ഒരു സെൽ ഓർഗനൽസ് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് ഓർഗനലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് മൈറ്റോകോൺട്രിയ ആണ്. അതിന് മുന്നേ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ന്യൂക്ലിയസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്നതാണ് ന്യൂക്ലിയസ്. നമ്മുടെ DNA, ജീൻസ്, ക്രോമസോംസ് ഇതെല്ലാം എവിടെയാണുള്ളത്, സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസിലാണ് എന്തുണ്ടാവുക, നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്ന ന്യൂക്ലിയസ് ഉള്ളത് സെല്ലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇനി ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരിക അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് ഒക്കെ വരികയെങ്കിൽ അതിനെന്ത് ചെയ്യണം, നശിപ്പിക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൺവേ ചെയ്യുന്നത് ആരാണ്, ഈ ലൈസോസോമാണ്. എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റംസ് ഫങ്ഷൻ നടത്തുന്നത് ആരാണ്, ഈ ലൈസോസോമാണ്. മൂന്നാമത്തെ നോക്കൂ, റൈബോസോം. നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന ഫംഗ്ഷൻ ആരാ ചെയ്യുന്നത്, അത് ഈ റൈബോസോമാണ് നടക്കുന്നത്. ഇനി മൈറ്റോകോൺട്രിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സെല്ലിനുള്ളിൽ എന്ത് നടക്കുന്നുണ്ട്, കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഓർഗനൽസ് ഉണ്ട്. അത് ഫാക്ടറീസ് പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിലെ നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോസസ്സ് നടക്കുകയാണെങ്കിലും അതെവിടെയാണ് നടക്കുന്നത്, സെല്ലിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് ഊർജ്ജം വേണം, പവർ വേണം. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ എന്ത് പറയുന്നത്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നുണ്ട്. അപ്പം മൈറ്റോകോൺട്രിയനെ വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിശേഷിക്കുന്നുണ്ട്. പിന്നെ ഈ എനർജി അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് കൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന വേറൊരു പേരാണ് കെമിക്കൽ ഫാക്ടറി ഓഫ് ദ സെൽ. എന്താ വിളിക്കുന്നത്, കെമിക്കൽ ഫാക്ടറി ഓഫ് ദ സെൽ, കെമിക്കൽ ഫാക്ടറി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് പവർ ഹൗസ് അല്ലേ, ഇത് ഒന്ന്. ഫസ്റ്റ് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട് കെമിക്കൽ ഫാക്ടറി ഓഫ് ദ സെൽസ്. ഈ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാനൊരു മൈറ്റോകോൺട്രിയയുടെ പിക്ചർ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ മൈറ്റോകോൺട്രിയയുടെ ഈ ഇമേജിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഊർജ്ജം സേവ് ചെയ്യുന്നത്, ഇവിടെ കാണുന്നില്ലേ കുറേ കോയിൻസ് പോലെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ATP. മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്, ATP തന്മാത്രകളായിട്ടാണ് എന്ത് ചെയ്യുക, ഈ എനർജി ഫോം ചെയ്യുക. ATP എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി സ്റ്റോർ ചെയ്യുന്നത്. എവിടെ, മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ. അതുകൊണ്ട് ഈ കോയിൻസിന് നമ്മൾ പറയുന്ന പേരാണ്, ATPനെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നു, എനർജി കറൻസി എന്ന് വിശേഷിപ്പിക്കുന്നു. ATP ഈസ് ഓൾസോ നോൺ ആസ് എനർജി കറൻസി ഓഫ് എ സെൽ. എനർജി കറൻസി
അല്ലേ, എനർജി കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരുന്നത്, എനർജി കറൻസി എന്ന് പറയുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് എനർജി, എവിടെയാണ് പവർ ഹൗസ് ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ATP തന്മാത്രകളുടെ രൂപത്തിലാണ് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ മൈറ്റോകോൺട്രിയനെ ഒരു പേര് കൂടി വിശേഷിപ്പിക്കും, എ സെൽ വിത്തിൻ എ സെൽ. എ സെൽ വിത്തിൻ എ സെൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? കാരണം ഞാൻ പറഞ്ഞു, ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്ന DNA, RNA, ക്രോമസോംസ് എല്ലാം കാണപ്പെടുന്നത്. അതേപോലെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലും DNA, RNA, റൈബോസോംസ് തുടങ്ങിയ പാർട്ടിക്കിൾസ് കാണാം. ഇപ്പോൾ നെക്സ്റ്റ് എക്സാമിന് നിങ്ങളോട് ചോദിക്കുകയാണ്, ന്യൂക്ലിയസ് അല്ലാതെ DNA, RNA, റൈബോസോം എന്നിവ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്താണ് അത്? മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ ഒരു സെല്ലിൽ നടക്കുന്ന പ്രവൃത്തികളൊക്കെ ഏകദേശം എവിടെയും നടക്കുന്നുണ്ട്? മൈറ്റോകോൺട്രിയയിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈറ്റോകോൺട്രിയനെ സെൽ വിത്തിൻ എ സെൽ. അപ്പോൾ 3 പേരുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് പവർ ഹൗസ് ഓഫ് ദ സെൽ, 2 കെമിക്കൽ ഫാക്ടറി ഓഫ് എ സെൽ, സെൽ വിത്തിൻ എ സെൽ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ്, മൈറ്റോകോൺട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മൈറ്റോകോൺട്രിയ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മൈറ്റോകോൺട്രിയ ഹാവ് ഡാഷ് മെംബ്രെയിൻ കവറിങ്. ഞാൻ നേരത്തെ വരച്ച പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്ര കവറിങ്സ് ഉണ്ടെന്ന്. മൈറ്റോകോൺട്രിയയുടെ ഒരു പിക്ചർ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു ഔട്ടർ കവറിങ് ഉണ്ടാകും, ഔട്ടർ കവറിങ് ഉണ്ടാകും. ഇതാണ് ഔട്ടർ മെംബ്രെയിൻ. ഇതാണ് ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ഈ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഔട്ടർ മെംബ്രെയിൻ മൈറ്റോകോൺട്രിയനെ ഡിഫൈൻ ചെയ്ത് ഉള്ളിലൂടെ വേറൊരു ലെയർ ഉണ്ട്. അത് കുറച്ച് ഫോൾഡുകളായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടില്ലേ? ഇതൊരു ഇന്നർ മെംബ്രെയിൻ ആണ്. ഇവിടെ കുറച്ച് ഫോൾഡുകൾ ഉണ്ട്. ഈ ഫോൾഡുകളെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. എന്താണ് പറയുന്നത്? ക്രിസ്റ്റേ. ഇന്നർ മെംബ്രെയിനിൽ തന്നെ കുറച്ച് ഫോൾഡുകൾ ഉണ്ട്. ആ മടക്കുകളെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ഈ ക്രിസ്റ്റേൻ്റെ ഉള്ളിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. ക്രിസ്റ്റയുടെ ഉള്ളിലുള്ള പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് മാട്രിക്സ്. എന്താ പറയുന്നത്? ക്രിസ്റ്റേ മടക്കുകളുള്ള ഭാഗമാണ്. മടക്കുകൾ ഉള്ളിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് മാട്രിക്സ്. ഈ മാട്രിക്സിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ATP, നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി കറൻസി ഉണ്ടാവുക. അപ്പോൾ ക്രിസ്റ്റേ ഉണ്ട്, മാട്രിക്സ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഈ ഒരു ഇന്നർ മെംബ്രെയിനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്ര മെംബ്രെയിൻസ് ഉണ്ട്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ്റെ മടക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഭാഗത്തിനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര മെംബ്രെയിൻസ് ആണ് ഉള്ളത്? 3 മെംബ്രെയിൻ ആണോ? അല്ല. 5 മെംബ്രെയിൻ ആണോ? അല്ല. 4 ആണോ? അല്ല. 2 മെംബ്രെയിൻ അല്ലേ? ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. അപ്പോൾ എത്ര മെംബ്രെയിൻസ് ആണ് മൈറ്റോകോൺട്രിയയിലുള്ളത്? 2 മെംബ്രെയിൻ ആണ് മൈറ്റോകോൺട്രിയയിലുള്ളത്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ഏകദേശം ഫംഗ്ഷനും ആ ഒരു ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ആർ എ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ? ഓക്കെ, വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്താണ്? ഒരു സെല്ലിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, പവർ ഹൗസ് ആണ്, കെമിക്കൽ ഫാക്ടറി ആണ്. അപ്പോൾ എന്തായാലും മൈറ്റോകോൺട്രിയ അല്ല, നമ്മൾ കട്ട് ചെയ്യാം. വാക്യൂൾസ്, പിന്നെ റൈബോസോം ആൻഡ് ലൈസോസോം. റൈബോസോം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കും. ആ പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? റൈബോസോംസ് ഉള്ളത്. അപ്പോൾ റൈബോസോംസ് അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വേസ്റ്റ് ഡിസ്പോസൽ ആണ്. വാക്യൂൾസ് സ്റ്റോർ ചെയ്യുന്ന സാക്കുകളാണ് വാക്യൂൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്താണ്? വാക്യൂൾസ് അല്ല. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ ലൈസോസോം. ഈ ലൈസോസോമിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ലൈസോസോമിന് പ്രത്യേകമായിട്ടൊരു സ്ട്രക്ചർ കാണപ്പെടുന്നില്ല. അത് സെൽ ടു സെൽ വാരി ചെയ്യാണ് ചെയ്യുന്നത്. ലൈസോസോം എങ്ങനെയാണ്? സെൽ ടു സെൽ വാരി ചെയ്യുക. അതിനൊരു സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ഇല്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? കുറച്ചൊരു ലിക്വിഡ് ടൈപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകും. എന്താണിത്? ലിക്വിഡ് ടൈപ്പ്. ഈ ലൈസോസോം, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ലൈസോസോംസ് ഉണ്ടാകും. അതിനുള്ളിൽ കുറച്ച് ലിക്വിഡ് ഉണ്ടാകും. ഈ ലിക്വിഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈജസ്റ്റീവ് എൻസൈംസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാകും. ഒരു ഔട്ടർ കവറിങ് ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡ് ഫോമിനെയാണ് നമ്മൾ പറയുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ്.
എന്തിനാണ് ഈ ഡൈജസ്റ്റീവ് എൻസൈം? നമ്മൾ സെല്ലുണ്ട് അല്ലേ, ആ സെല്ലിൻ്റെ ഉള്ളിൽ ചിലപ്പം എന്ത് സംഭവിക്കും, അതിൻ്റെ ചില സെൽ ഓർഗനൽസ് ചിലപ്പോൾ കേടാകും, അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ബാക്ടീരിയാസ് വരും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ ചില ഫോറിൻ ബോഡീസൊക്കെ ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഫോറിൻ ബോഡീസിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലൈസോസോം ഉണ്ടല്ലോ, ഈ ലൈസോസോം എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഭാവനയിൽ പറയുകയാണ്, റപ്ചർ ചെയ്യും. ഈ റപ്ചർ ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവല്ലോ, ഈ എൻസൈംസ് പുറത്തേക്ക് വരികയും എന്താ പറയുക, പുറത്തേക്ക് ഉള്ളിലുള്ള ഫോറിൻ ബോഡീസിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ആയിട്ട് ഈ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, അതിലേക്ക് വരുന്ന ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ സെല്ല് കേടായി വരികയാണ്, അല്ലെങ്കിൽ പഴയൊരു സെല്ലാണ്, ഡെഡ് സെല്ലാണെന്നുണ്ടെങ്കിലോ അത് മൊത്തത്തിൽ ആ സെല്ലിനെ എന്ത് ചെയ്യും, നശിപ്പിക്കുകയായിരിക്കും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് താമസിക്കുന്ന സെല്ലിനെ തന്നെ ഇത് നശിപ്പിക്കുന്നതും കൂടിയുണ്ട് അല്ലേ. താമസിക്കുന്ന സെല്ലിനെ നശിപ്പിക്കുകയും ചെയ്യും, തൊട്ടടുത്തുള്ള നെയ്ബർ സെൽസിനെയും ഇതെന്ത് ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലൈസോസോമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്, സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ. എന്താണ് സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ? ഒന്ന് മറക്കാതെ ഓർത്തിരിക്കുക, സൂയിസൈഡൽ ബാഗ്. എന്തുകൊണ്ടാണ് സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നത്? ഇതെന്താ, ഡൈജസ്റ്റീവ് എൻസൈം പുറപ്പെടുവിക്കുമ്പം എന്ത് ചെയ്യും, അത് നിൽക്കുന്ന സെല്ലും അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബറിങ് സെൽസിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈസോസോം അറിയപ്പെടുന്ന ഒരു പേരാണ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഡാഷ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആര്? ന്യൂക്ലിയർ മെംബ്രെയിൻ. എന്തിൽ നിന്നുമാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് നോക്കുക. ഇപ്പോൾ സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഡ്രോ ചെയ്യാം. ഇവിടെ മുഴുവൻ നിൽക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അല്ലേ. ഏതാണ്? സൈറ്റോപ്ലാസം. അപ്പം ഈ സൈറ്റോപ്ലാസം, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇതിന് ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഏതിൽ നിന്നായിരിക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സൈറ്റോപ്ലാസത്താണ്. ഈ സെല്ലിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എല്ലാ സെൽ ഓർഗനൽസിനെയും ഓരോ മെംബ്രെയിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള മെംബ്രെയിൻസ് ഉണ്ടാകും. സൈറ്റോപ്ലാസത്തിൽ നിന്ന് സെൽ ഓർഗനൽസിനെ എല്ലാത്തിനെയും മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? സൈറ്റോപ്ലാസം. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ ഫ്ലൂയിഡ് കണ്ടന്റ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെൽ മെംബ്രെയിൻ തന്നെയാണ്. പ്ലാസ്മ മെംബ്രെയിനും സെൽ മെംബ്രെയിനും സെയിം ആണ്. അപ്പം സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു, സെല്ലിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതാണ് ഫ്ലൂയിഡ് ആയിട്ടുള്ളത്? സൈറ്റോപ്ലാസം ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? സൈറ്റോപ്ലാസം. ഓക്കെ, നെയിം ദ സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദ സെൽ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സൂയിസൈഡൽ ബാഗ്, ഒരു സെല്ലിലെ സൂയിസൈഡൽ ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനെയായിരുന്നു? ഏത് സെൽ ഓർഗനലിനെയാണ്? ലൈസോസോമിനെയാണ്. കാരണം എന്താണ്? അത് പുറത്തുനിന്ന് ഫോറിൻ ബോഡീസ് വരുമ്പം അത് പൊട്ടിത്തെറിക്കും, അതുപോലെ തന്നെ അതിൻ്റെ സെല്ല് പോകും, അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബറിങ് സെൽസ് ഒക്കെ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ത് ചെയ്യും, അത് വിഴുങ്ങും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതാണ് നമ്മൾ സൂയിസൈഡൽ ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈസോസോംസ് ആണ്. ഇനി, വാട്ട് ഡു യു കോൾ ഓർഗാനിസംസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽസ്? സെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാന്റ്സിനെ ആയാലും ആനിമൽസിനെ ആയാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിന് നമ്മൾ പറയുന്നതാണ് യൂണിസെല്ലുലാർ അല്ലേ. ഇതിൽ എന്തായിരിക്കും? ഒരു സിംഗിൾ സെല്ല് മാത്രമായിരിക്കും ഉണ്ടാവുക, വൺ സെല്ല്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗാനിസത്തിന് എന്താ പറയുക? മൾട്ടി സെല്ലുലാർ അല്ലേ. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഹ്യൂമൻ, ആനിമൽസ്, പ്ലാന്റ്സ്, ഇവയൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഓർഗാനിസംസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽസ്, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസത്തിനെ എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് ബെസ്റ്റ് ഡിഫൈൻസ് പ്രോകാരിയോട്ടിക് സെൽ? പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ കുറച്ച് ക്രൈറ്റീരിയസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ക്രൈറ്റീരിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ക്രോമസോം, രണ്ടാമത്തത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്തുണ്ട്? ജീവിവർഗ്ഗങ്ങളെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പക്ഷേ ന്യൂക്ലിയസ് പോലെ തന്നെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന, സെല്ലിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ടാകും. അപ്പം
യൂക്കാരിയോട്സിൽ എന്താകും, അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനൊക്കെ കവർ ചെയ്തിട്ട് എൻക്ലോസ് ചെയ്ത് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്തുണ്ടാകും, ന്യൂക്ലിയസ് ഉണ്ടാകും. നമുക്കറിയാം പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആദ്യം ഉണ്ടായിട്ടുള്ളത് എങ്ങനത്തെ ജീവികളാണ്, ഭയങ്കര കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ജീവികളല്ല, ഭയങ്കര ചെറിയ സൂക്ഷ്മ ജീവികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ്, ന്യൂക്ലിയസ് ഒന്നുമില്ല, ന്യൂക്ലിയോയിഡ് പോലെ എന്തോ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തില്ല, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഇല്ല. ഈ ന്യൂക്ലിയോയിഡിൽ തന്നെ എന്തുണ്ടാക്കും, അവർക്ക് ഒരൊറ്റ ക്രോമസോമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എന്തുണ്ട്, ഒരുപാട് ക്രോമസോംസ് ഉണ്ട് അല്ലേ. അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരൊറ്റ ക്രോമസോമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് ക്രോമസോം ഉണ്ടായിട്ടില്ല. അതേപോലെ മെംബ്രെയിൻ ബൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൽസും ആർക്കുണ്ടായിട്ടില്ല, പ്രോകാരിയോട്സിന് ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, സിംഗിൾ ക്രോമസോംസ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻറ്റ്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ആൻസർ വരിക? ഇത് ശരിയാണ് അല്ലേ, സിംഗിൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ ശരിയാണ്. പ്രോകാരിയോട്ടിൽ സിംഗിൾ ക്രോമസോമേ ഉണ്ടാവുള്ളൂ. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉണ്ടാവോ? ഇല്ല, അവർക്ക് ഡിഫൈൻ ചെയ്തിട്ട് സെൽ ഓർഗനൽസോ സെല്ലോ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെൻറ്റ്. അപ്പോൾ എന്താണ്, ബോത്ത് 1 and 2, ബോത്ത് 1 and 2 കറക്റ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ എ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കൂ, ന്യൂക്ലിയോളസ്, വാക്യൂൾസ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ജീൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സെല്ല് എടുക്കുമ്പം അതിന് ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന പാർട്സുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ജീൻസ് ഇത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവാറുള്ളത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് വെച്ചാൽ DNA, ഇതും നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ആൻഡ് ന്യൂക്ലിയോളസ്, ഇതും ന്യൂക്ലിയസിൽ തന്നെയുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിലേതാണ് ഇല്ലാത്തത്? വാക്യൂൾ. വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ചെറിയ സാക്കുകളാണ്. അതിൻ്റെ ആൻസർ ഏതായിരുന്നു വരുന്നത്? വാക്യൂൾസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In plant cell, dash are primarily organelles in which materials such as starch, oil and protein granules are stored. ഇതിൽ പ്ലാന്റ് സെല്ലിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതിലാണ് നമ്മുടെ എന്തൊക്കെയുള്ളത്? സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. മൈറ്റോകോൺട്രിയ, ഈ മൈറ്റോകോൺട്രിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തായാലും മൈറ്റോകോൺട്രിയ അല്ല, പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നാണ് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റും അല്ല. ആൻഡ് വാക്യൂൾസ്, വാക്യൂൾസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ല്യൂക്കോപ്ലാസ്റ്റ് അല്ലേ. ഈ നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സിൽ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസിനെയൊക്കെ അനുസരിച്ചിട്ട് ഈ പ്ലാന്റ് സെല്ലുകൾ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുകയാണെങ്കിൽ കളേർഡ് പ്ലാസ്റ്റിഡ്സ്. കളേർഡ് പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് കളേർഡ് പ്ലാസ്റ്റിഡ്സ്, രണ്ടാമത്തേത് കളർലെസ് പ്ലാസ്റ്റിഡ്സ്, മൂന്നാമത്തേത് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്, ഇങ്ങനെ 3 തരത്തിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കളേർഡ്, കളർലെസ് ആൻഡ് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്സിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഈ കളേർഡ് പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റിഡ്സ്. കളർലെസ് പ്ലാസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റിഡ്സ്. ആൻഡ് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിനെയാണ് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിഡ്. ഓക്കെ, അപ്പോൾ നോക്കൂ, കളേർഡ് പ്ലാസ്റ്റിഡ്സിൽ നമ്മൾ ഈ ക്രോമോപ്ലാസ്റ്റ് പറഞ്ഞു. ഈ ക്രോമോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രോമോപ്ലാസ്റ്റിൽ കുറേ എന്തുണ്ടാകും, പിഗ്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മൾ ചില ഇലകളൊക്കെ കാണാറുണ്ട്, മഞ്ഞ, ഓറഞ്ച്, ബ്രൗൺ, റെഡ് എന്നീ കളറിലൊക്കെ ചില ഇലകൾ കാണാറുണ്ട്. അപ്പം അതെന്താണ്, അവിടെ എന്താണുള്ളത്? ഈ പ്ലാസ്റ്റിഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതെന്താണ്, അവിടെ പിഗ്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മളെ വേറൊരു ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇലകൾക്ക് കളർ കൊടുക്കുന്നത്. ഈ കളേഴ്സിനൊക്കെ പിഗ്മെൻറ്റ്സിനൊക്കെ ഓരോ പേരുണ്ട്, നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഇനി കളർലെസ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ്. ഈ ല്യൂക്കോപ്ലാസ്റ്റിന് എന്താണ്, കളറില്ല, അവയ്ക്ക് പിഗ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർച്ച്, നമ്മൾ ഫുഡ് സിന്തസിസ് കഴിയുമല്ലോ, ആ ഫുഡ് സിന്തസിസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർച്ച്,
പ്രോട്ടീൻസ് ഇങ്ങനെയുള്ള ഫുഡ് എക്സസ് ആയിട്ട് വരുന്ന ഫുഡിനെ മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഈ ല്യൂക്കോപ്ലാസ്റ്റിഡ്സ് ആണ്. അതേപോലെ ഇനി അടുത്തതാണ് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്സ്, അതാണ് ക്ലോറോപ്ലാസ്റ്റിഡ്സ്. ക്ലോറോഫിലൊക്കെ നമുക്കറിയാലോ, ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കളറാണ് ഗ്രീൻ കളർ. ഗ്രീൻ കളറിൽ പിഗ്മെൻറ്റിന് നമുക്കറിയാം എന്താണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമാണ്? ക്ലോറോഫിൽ ആവശ്യമുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ക്ലോറോപ്ലാസ്റ്റിഡ്സ്. അതിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളർ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് സെൽസിൽ ഡാഷ് ആർ primarily organelle in which materials such as starch, oil and protein granules are stored. ഇത്രയും സംഭവങ്ങൾ സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു അല്ലേ, ഈ ല്യൂക്കോപ്ലാസ്റ്റിൽ അല്ലേ, കളേഴ്സ് ഇല്ല. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇങ്ങനെയുള്ള എന്താണ് സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ ഇത്രയും സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? ല്യൂക്കോപ്ലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിഡ്സ് കണ്ടെയ്നിങ് ഡാഷ് പിഗ്മെൻറ്റ് ക്ലോറോഫിൽ ആർ കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റി പറഞ്ഞു അല്ലേ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർഡ് പ്ലാസ്റ്റിഡ് ആണ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. അത് കൊടുക്കുന്ന കളർ ഏതാണ്? ഗ്രീൻ കളറാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഗ്രീൻ. ഇനി ഡാഷ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. ഡാഷ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. ഇതിൽ കാണിക്കുന്ന ഏതോ ഒരു സംഭവം അത് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് കാണുന്നത്. മൈറ്റോകോൺട്രിയ ഹ്യൂമൻ ബോഡിയിൽ കാണുന്നുണ്ട്. ന്യൂക്ലിയസ് ഉറപ്പായിട്ടും സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാകും എല്ലാ സെൽസിൻ്റെയും. ഗോൾഗി അപ്പാരറ്റ് അതും ഹ്യൂമൻ ബോഡീസിൽ കാണുന്നുണ്ട്. പ്ലാസ്റ്റിഡ്സ് നമുക്ക് പിഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടോ ശരീരത്തിൽ? ഗ്രീൻ പിഗ്മെൻറ്റ്സിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ് സെല്ലുകളിൽ മാത്രമാണ് ഈ പിഗ്മെൻറ്റ്സുകളൊക്കെ കാണപ്പെടുന്നത്. പ്ലാസ്റ്റിഡ്സിന് കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാന്റ് സെല്ലുകളിൽ മാത്രമാണ്. ഹ്യൂമൻ ബോഡിയിൽ അത് ആബ്സെൻ്റ് ആയിരിക്കും. How many pathways are constructed as independently organized conducting tubes in plants? അപ്പോൾ ഈ പ്ലാന്റ്സിലൊക്കെ കണ്ടക്ടിങ് ട്യൂബ്സ് ആയിട്ട് എന്താണുള്ളത്? നമുക്കറിയാം ഹ്യൂമൻ ബോഡീസിൽ എങ്ങനെയാണ്? ബ്ലഡ് ഉണ്ട് അല്ലേ. ബ്ലഡ് വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നടക്കുന്നത്. ഇപ്പം മിനറൽസിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്ലാന്റ്സിലെ പോലെയാണോ? അല്ല, ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് ത്രൂ ആണ് എല്ലാ ട്രാൻസ്പോർട്ടേഷൻസും നടക്കുന്നത്. അപ്പം പ്ലാന്റ്സിൽ എങ്ങനെയായിരിക്കും? അവർക്ക് അവിടെ ബ്ലഡും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ്? കണ്ടക്ടിങ് ട്യൂബ്സ് ഉണ്ടാകും അല്ലേ. എത്ര കണ്ടക്ടിങ് ട്യൂബ്സ് ഉണ്ട്? ഏതൊക്കെയാണ് കണ്ടക്ടിങ് ട്യൂബ്സ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൈലം, ഫ്ലോയം. എന്താ പറയുന്നത്? സൈലവും xylem and phloem. സൈലോം ഫ്ലോയം പറയുന്നത് ഇതാണ് കണ്ടക്ടിങ് ട്യൂബ്സ്. അപ്പോൾ എത്ര കണ്ടക്ടിങ് ട്യൂബ്സ് ഉണ്ട്? 2 കണ്ടക്ടിങ് ട്യൂബ്സ്. എന്താ അതിൻ്റെ ഫങ്ഷൻസ്? നമ്മുടെ മണ്ണിലാണ് നമ്മുടെ വാട്ടർ ആയാലും മിനറൽസ് ആയാലും ഉണ്ടാവുക. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് ചെടിയുടെ പല ഭാഗങ്ങളിലേക്ക് ഈ വാട്ടർ മിനറൽസ് എല്ലാം കൊണ്ടുപോകുന്നത് ആരാണ്? ഈ സൈലം ആണ്. തിരിച്ച് ഫുഡ് സിന്തസിസ് കഴിഞ്ഞു, ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഈ ഫുഡ് എന്ത് ചെയ്യണം? ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കണം അല്ലേ. അപ്പോൾ അത് എവിടേക്ക് കൊണ്ടുപോകണം? ഇലയിൽ നിന്ന് ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതാണ് ഫ്ലോയം. അപ്പോൾ എത്ര കണ്ടക്ടിങ് ട്യൂബ്സ് ആണ് നമുക്കുള്ളത്? പ്ലാന്റ്സിനുള്ളത് 2 കണ്ടക്ടിങ് ട്യൂബ്സ് ആണ്. ഏതൊക്കെയാണ് കണ്ടക്ടിങ് ട്യൂബ്സ്? സൈലവും ഫ്ലോയവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 2. ഓക്കെ. ഹസ്ക് ഓഫ് എ കോക്കനട്ട് ഈസ് മെയ്ഡ് ഓഫ് ടിഷ്യൂ. ഏത് ടിഷ്യൂ വെച്ചിട്ടാണ് ഹസ്ക് ഓഫ് എ കോക്കനട്ട്? ഈ കോക്കനട്ടിൻ്റെ പുറം തോട്, ചിരട്ട എന്നൊക്കെ പറയില്ലേ, അത് ഏത് ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മെയിനായിട്ട് നമ്മളൊരു പ്ലാന്റ് സെല്ല് നോക്കുമ്പം അതിൽ കാണപ്പെടുന്ന കുറച്ച് ടിഷ്യൂസാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ സൈലും ഫ്ലോയും കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കാണുന്നതാണ് പാരൻകൈമ സെൽസ്. അപ്പോൾ ഞാനൊരു സെല്ല് വരയ്ക്കുകയാണ്. ഇതിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിൽ വരുന്നതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. ഇത് മുഴുവൻ എന്തായിരിക്കും? സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടുകളായിരിക്കും. ഇതിലെന്തൊക്കെ സ്റ്റോർ ചെയ്യും? അമിനോ ആസിഡ്, സ്റ്റാർച്ച് എന്നിവ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സെല്ലാണ് പാരൻകൈമ. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഭാഗങ്ങളിലാണ് എന്തുണ്ടാവുക? പാരൻകൈമ ഉണ്ടാവുക. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറയുകയാണ് കോളൻകൈമ. ഈ കോളൻകൈമ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ കോർണർ സൈഡുകളിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാകും. ഈ കോർണർ സൈഡ് ഭയങ്കര എന്തായിരിക്കും? തിക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഈ തിക്കൻഡ് ആയിട്ടുള്ള ഈ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? കോളൻകൈമ. എന്തിനാണ് അപ്പോൾ കോളൻകൈമയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കോളൻകൈമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് ആ ഷേപ്പ് കൊടുക്കാൻ, ആ ഷേപ്പ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ കാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ചെടികൾക്ക് ആ ഷേപ്പ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുമാണ് എന്ത്? കോളൻകൈമ.
ഈ കോർണേഴ്സിൽ കുറച്ച് കട്ടിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോളൻ കൈമ എന്ന്. ഇനി അടുത്തത് നോക്കൂ, മൂന്നാമത്തേത് നോക്കൂ, സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഭാഗവും എന്തായിരിക്കും, ഭയങ്കര കട്ടിയായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ എല്ലാ പാർട്ടും കട്ടിയായിട്ടിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്ലീറൻ കൈമ. ഇപ്പോൾ ചെടികളുടെ ഏറ്റവും കട്ടി കൂടിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുക ആ ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ക്ലീറൻ കൈമ. അപ്പോൾ ഈ കോക്കനട്ടിൻ്റെ ഈ ചിരട്ട, ഈ പുറംതോട് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കുമോ അല്ലെങ്കിൽ കട്ടി കൂടിയിട്ടുള്ള ഭാഗമായിരിക്കുമോ? സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, പാരൻ കൈമയായിരിക്കും ഉണ്ടാവുക. കട്ടി കൂടിയ ഭാഗമായതുകൊണ്ട് അവിടെ ഏത് ടിഷ്യൂ ആണ് ഉണ്ടാവുക, സ്ക്ലീറൻ കൈമയാണ് ഉണ്ടാവുക. അപ്പോൾ ഹസ്ക് ഓഫ് എ കോക്കനട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ത് ടിഷ്യൂ ആണ്, സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ ടിഷ്യൂ കൊണ്ടാണ് നമ്മുടെ കോക്കനട്ടിൻ്റെ പുറംതോട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംറ്റം ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന അസുഖം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷനിൽ നമുക്ക് പറയുന്നത് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന കാരണം കൊണ്ടാണോ നമുക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്? ഒരിക്കലും അല്ല. ഇതൊരു ഹൃദയരോഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഒരു ഇൻഫെക്ഷനായിട്ട് വരുന്ന ഡിസീസല്ല. ഫ്രാക്ചേഴ്സ് നമ്മുടെ കൈൻ്റെയും കാലിൻ്റെയും എല്ലുകളൊക്കെ ഫ്രാക്ചർ ചെയ്തു പോകും, അതൊരിക്കലും ബാക്ടീരിയൽ ഡിസീസ് അല്ല. ഹാർട്ട് അറ്റാക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഫീവർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ഒരു ഫോറിൻ ബോഡി കയറുന്നു, അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശരീരം കാണിക്കുന്ന ഒരു സിംറ്റമാണ് ഫീവർ. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും, അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഫീവർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ഫീവർ. Okay, name the disorder tied to body image distortion in adolescence. അഡോളസെൻസിൽ ബോഡി ഇമേജ് ഡിസ്റ്റോഷനുമായി ബന്ധപ്പെട്ട ഡിസീസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഈ ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ നോക്കാം. എന്താണ് ഈ ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ? ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫിസിക്കിനെ പറ്റിയിട്ട്, നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ചെറിയൊരു കൺസേൺ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇത്രത്തോളം വെയിറ്റ് ഉണ്ട്, ഞാൻ ഇത്രത്തോളം ലീനാണ്, എൻ്റെ കളർ ഇങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ ഉണ്ട്. അപ്പം ബോഡി ഇമേജ് ഉണ്ട്. നമുക്ക് ആ ബോഡി ഇമേജ് നെഗറ്റീവ് രീതിയിലാണ് ഇരിക്കുന്നതെങ്കിലോ, അയ്യോ ഞാൻ ഇത്രത്തോളം വെയിറ്റ് ഉണ്ട്, ഞാൻ ഇത്രത്തോളം ലീനാണെന്ന് നമ്മൾ ഒരുപാട് കൺസേൺ ചെയ്യാണ്. നമ്മുടെ ബോഡിക്ക് നമ്മൾ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ഒബീസാണ്, ഞാൻ കുറച്ച് ലീനാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുക, അത് നമ്മുടെ ഫുഡ് ഇൻടേക്കിനെ ബാധിക്കുക. അപ്പം ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്കീസോഫ്രീനിയ. എന്താണ് സ്കീസോഫ്രീനിയ? ഇതൊരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണ് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വന്നിട്ടുള്ള ആൾക്കാർക്ക് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരെല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലാണ് നടക്കുക. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഈ സ്കീസോ വന്നിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക, നമ്മൾ പെർസീവ് ചെയ്യുന്നത് പോലെയല്ല അവർ പെർസീവ് ചെയ്യുക. അവരുടെ പെർസെപ്ഷൻസ് ആയിക്കോട്ടെ, തോട്ട് പ്രോസസ്സ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ടാസ്കുകളായിക്കോട്ടെ, എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ തന്നെ ഒരു ഡിലമേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം ഡിലാമസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. പക്ഷേ അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്, സീരിയസ് ആയിട്ട് വരുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. കുറച്ച് നേരത്തേക്ക് വരുന്ന ഒരു മൂഡ് സ്വിംഗ് അല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്ക് വരുന്ന മൂഡ് സ്വിംഗ് ആണ്. ഒരു ആക്ടിവിറ്റീസിലും ഒരു പ്ലഷറും കണ്ടെത്താൻ പറ്റാതിരിക്കുക, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ വരുന്ന ഒരു മൂഡ് സ്വിംഗ് ആണ്. അതൊരു ലോങ് ടേമിലേക്ക് വരുന്നതാണ്, അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് അൾസൈമേഴ്സ് ഡിസീസാണ്. അൾസൈമർ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ന്യൂറോളജിക്കൽ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഓർമ്മശക്തി പതുക്കെ നശിക്കാൻ തുടങ്ങുകയാണ്. ഈ ഓർമ്മശക്തി നശിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും. അതേപോലെ ഇത് ഒരു എക്സ്ട്രീമിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ സിമ്പിൾ ടാസ്കുകൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിനെയാണ് പറയുന്നത് അൾസൈമേഴ്സ്. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ആൻഡ് അടുത്തതാണ് അനോറെക്സിയ നെർവോസ. അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കുക. അപ്പം ഈ ഒരു
ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ഇമേജ് ഡിസ്റ്റോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസോർഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് നമ്മുടെ ഫിസിക്കിനെ പറ്റിയിട്ട് എക്സസ് കൺസേൺ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബോഡി ഇമേജ് ഡിസ്റ്റോഷൻ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കൺസേൺ കൊടുക്കുന്നത്. അപ്പം ഇതും ഈ ബോഡി ഇമേജ് ഡിസ്റ്റോഷനുമായി ബന്ധപ്പെട്ടുള്ള അസുഖം ഏതാണ്, അനോറെക്സിയ നെർവോസ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡി ഒന്നെങ്കിൽ ഒബീസ് ആവണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒബീസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. ഇതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അനോറെക്സിയ നെർവോസ ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. ബോഡി ഇമേജ് ഡിസ്റ്റോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസോർഡറാണ് അനോറെക്സിയ നെർവോസ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ചരക ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഡാഷ്. ചരക എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാദറാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ യോഗയുണ്ട്, ആയുർവേദയുണ്ട്. യോഗയുടെ ഫാദർ ആണെന്ന് നമുക്കറിയാം അല്ലേ, പതഞ്ജലിയാണ് യോഗയുടെ ഫാദർ. ആയുർവേദത്തിൻ്റെ ഫാദറാണ് ചരക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആയുർവേദ. ചരക ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് വീക്ക് ബോൺസ് ആൻഡ് ടൂത്ത് ഡിക്കേ. എന്തോ ഒന്നിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, വീക്ക് ബോൺസ്, ബോണുകൾക്ക് എല്ലുകൾക്ക് ശക്തിയില്ലാതെയാവുന്നതും അതുപോലെ പല്ലുകൾ കേടുവരുന്നതും അല്ലെങ്കിൽ എന്താ പറയുക തേഞ്ഞു പോകുന്നതും എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷനിൽ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്ന് പറയുക ഒരു വൈറ്റമിനാണ്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. നമ്മൾ പാല്, ഇലക്കറികൾ ഇവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖം വരികയാണ് ചെയ്യുന്നത്. അപ്പം വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയിൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും അല്ലേ. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയിൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് മാത്രമല്ല, ഒരുപാട് കണ്ണുമായിട്ട് ഐസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസീസസ് ഉണ്ട്. സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ട്. സിറോഫ്താൽമിയയിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ കോർണിയ ഉണ്ടാവുമല്ലോ, കോർണിയ ഡ്രൈ ആയി പോകുന്ന ഒരു അസുഖമാണ് സിറോഫ്താൽമിയ. അപ്പോൾ വിറ്റാമിൻ എ ഡെഫിഷ്യൻസിയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നുണ്ട്, സിറോഫ്താൽമിയ. അടുത്ത നോക്കൂ, അയഡിൻ. അയഡിൻ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ, ഈ അയഡിൻ എന്ന് പറയുന്ന മിനറൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട് അല്ലേ. ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു മിനറലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ടുകളുണ്ട്, അതേപോലെ സീ ഫുഡ് ഉണ്ട്. ഇവയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, അയഡിൻസ് ലഭിക്കുന്നുണ്ട്. ഈ അയഡിൻ എന്തിനാണ് നമുക്ക്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അയഡിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അയഡിൻ്റെ അളവ് കുറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നു, ഹൈപ്പോതൈറോയിഡിസം അല്ലെ. സ്ത്രീകളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. അതേപോലെ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് എന്താ ഇവിടെ ഒരു വീക്കം പോലെ വരിക അല്ലേ. തൈറോയിഡ് ഗ്രന്ഥിൻ്റെ ഈ ഒരു ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ എന്താ പറയുന്നത്, പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ക്രിട്ടനിസം, ഹൈപ്പോതൈറോയിഡിസം, ഗോയിറ്റർ, ക്രിട്ടനിസം. ക്രിട്ടനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്രിട്ടനിസം എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത് ഇവിടെ, കുട്ടികളിൽ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത് റിട്ടാർഡായി പോകുന്നതാണ്. അപ്പോൾ അയോഡിൻ ഡെഫിഷ്യൻസി ലീഡ്സ് എന്തൊക്കെയാണ്, ഹൈപ്പോതൈറോയിഡിസം, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്, ഹൈപ്പോതൈറോയിഡിസം, ഗോയിറ്റർ, ക്രിട്ടനിസം. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് അയോഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്. ഇനി കാൽസ്യം നമുക്കറിയാം എന്തിനാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യം എന്ന മിനറൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ച, അതേപോലെ അവയെ ശക്തിപ്പെടുത്തുന്നത്, എല്ലുകൾക്കും പല്ലുകൾക്കും ആവശ്യമായിട്ടുള്ള അവ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയുന്നത് മിനറലും ആവശ്യമായിട്ടുള്ള മിനറലാണ് എന്തെന്ന് പറയുന്നത്, കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ, ശരീരത്തിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാകും, നമ്മുടെ എല്ലുകളൊക്കെ എന്ത് ചെയ്യും, ശക്തി ക്ഷയിച്ചു തുടങ്ങും. അതേപോലെ പല്ലുകൾ കേടുവരിക, തേഞ്ഞു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും അല്ലേ. നമുക്കറിയാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം എന്താ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനി. ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് മോട്ടോർ ആക്ടിവിറ്റീസ്, നമ്മുടെ ബോൺസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇമ്പൾസീവായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. ഈ അസുഖത്തിന് പറയുന്ന പേരാണ് ടെറ്റനി എന്ന് പറയുന്നത്. അപ്പം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ടെറ്റനി.
അതേപോലെ ഈസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ പതുക്കെ പതുക്കെ തേയ്മാനം വന്ന് ക്ഷയിച്ചു പോകുന്നതിനെയാണ് ഈസ്റ്റിയോപോറോസിസ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എന്തിനൊക്കെയാണ് കാരണമാകുന്നത്? ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ശക്തി ക്ഷയിച്ചു പോവുക, അത് തേഞ്ഞു പോവുക, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്താണ്, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് കാരണം. അടുത്ത് നോക്കൂ, അയൺ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് ഹീമോഗ്ലോബിൻ അല്ലേ. ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഏത് മിനറൽ ആവശ്യമുണ്ട്? അയൺ ആവശ്യമുണ്ട്. അപ്പം അയൺ എന്ന് പറയുന്നതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അയൺ എന്ന് പറയുന്നത്. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അനീമിയ. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളൊരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്, വിളർച്ച, അനീമിയ. അപ്പോൾ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വീറ്റ് ബോൺസ് ആൻഡ് ടൂത്ത് ഡിക്കേ, ഏത് മിനറലിൻ്റെ അല്ലെങ്കിൽ ഏത് ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമ്മുടെ എല്ലുകൾ വീക്കാവുന്നതും അതേപോലെ പല്ലുകൾ തേഞ്ഞു പോകുന്നതും ചെയ്യുന്നത്? നമുക്കറിയാം, വൈറ്റമിൻ എ അല്ല, അയഡിൻ അല്ല, അയൺ അല്ല, ഏതാണ്? കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? കാൽസ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റമിൻ സി ഈസ് നമുക്കറിയാം ഒരു വൈറ്റമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അല്ലേ, വാട്ടർ സോല്യൂബിൾ ആണ്, ഇതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രൊഡക്റ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇതൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റാഡിക്കൽസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാർട്ട് ഡിസീസ്, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ റാഡിക്കൽസ് ഇങ്ങനെ ഓരോന്ന് പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി പോലെയുള്ള വിറ്റാമിൻസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡോണറാണ്. ഈ ഒരു വൈറ്റമിൻ സി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഈ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് ഈ റാഡിക്കൽസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, ഈ റാഡിക്കൽസ് ഉണ്ടാകുന്നത് തടയും. അപ്പം ഇതെന്താണ്? വൈറ്റമിൻ സി ഒരു ഇലക്ട്രോൺ ഡോണറാണ്. അപ്പം അത് കാരണം അവിടെ ഓക്സിഡേഷൻ ഉണ്ടാവുന്നു. ഈ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പുതിയ റാഡിക്കൽസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് പുതിയ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ സിനെ എന്തെന്ന് പറയുന്നത്? ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് ബുളീമിയ? ബുളീമിയ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, കുറച്ച് നമ്മുടെ ഓപ്ഷനിൽ പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ ഉണ്ട്, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. ഇത് നോക്കൂ, ആദ്യം നമുക്ക് ആങ്സൈറ്റി ഡിസോർഡർ നോക്കാം. എന്താണ് ഈ ആങ്സൈറ്റി ഡിസോർഡർ? നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ടാകും അല്ലേ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ചിട്ട് ആങ്സൈറ്റി ഉണ്ടാകും. പക്ഷേ ഇതൊരു ഡിസോർഡറായി മാറുന്നത്, ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാണ്. അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ആങ്സൈറ്റി അറ്റാക്സ് ഉണ്ടാകാം, പാനിക് അറ്റാക്സ് ഉണ്ടാകാം. അങ്ങനെ ഈ ആങ്സൈറ്റി മൂലം നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കാൻ തുടങ്ങുകയാണ്. ഭയങ്കര ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്, പാൽപിറ്റേഷൻ, നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ അളവ് കൂടുക, അതേപോലെ ബോഡി ഭയങ്കര സ്വെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം അതൊരു ആങ്സൈറ്റി ഡിസോർഡറായിട്ട് മാറുകയാണ്. അതേപോലെ അടുത്തതാണ് ബൈപോളാർ ഡിസോർഡർ. ഈ ബൈപോളാർ ഡിസോർഡർ എന്താണ്? ഇതും ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് അല്ലേ. ഒരു മൂഡ് സ്വിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള മൂഡ് സ്വിങ്? നമുക്ക് ഈ പേര് കേട്ടാൽ തന്നെ അറിയാം, ബൈപോളാർ, രണ്ട് പോൾസുകളാണ്. ഒന്നെങ്കിൽ ഈ മൂഡ് സ്വിങ് ഉണ്ടാകുമ്പം ഒരാൾ ഹൈപ്പിലേക്ക് എത്തും, അല്ലെങ്കിൽ കുറച്ച് ലോവർ പൊസിഷനിലേക്ക് എത്തും അവരുടെ മൂഡ്. അപ്പം ഹൈപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് എന്താണ്? ഒരു മാനിക് സ്റ്റേജാണ്, ഒരു മാനിയാക്കായിട്ട് മാറുകയാണ്. ലോവറിലേക്ക് പോകുമ്പോൾ അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റേജ് അവർക്കില്ല. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണ്, ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ബൈപോളാർ ഡിസോർഡർ. ഇനി ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ഈ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോഴേ അറിയാം, നമ്മുടെ ലൈഫിൻ്റെ ഏർലി സ്റ്റേജസിൽ ഉണ്ടാകുന്നതാണ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. അത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണെങ്കിൽ നമുക്കറിയാം, ചെറിയ കുട്ടികളിലൊക്കെ ഓട്ടിസം അല്ലേ, ഓട്ടിസം, അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി, എത്ര പഠിച്ചാലും മനസ്സിലാവാതിരിക്കുക, അതേപോലെ ഇൻ്റലക്ച്വൽ ഡിസോർഡർ, ഈ സംഭവങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുക, ഏത് കാറ്റഗറിയിൽ വരിക? ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിൽ പറയാം. അപ്പോൾ ഇതൊരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്, ഏർലി സ്റ്റേജസിലാണ് ഇതുണ്ടാവുക. ഇനി ഈറ്റിംഗ് ഡിസോർഡർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനോറിക്സിയ നെർവോസ, അതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അതേപോലെ
ബോഡി ഡിസ്റ്റോർഷൻ അവിടെ സംഭവിക്കുകയാണ് അല്ലേ. നമ്മുടെ ബോഡീനെ നമ്മൾ എങ്ങനെ ഇമേജ് ചെയ്യാണ്, ഒരു നെഗറ്റീവായിട്ട് ഇമേജ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇത്ര ഫാറ്റാണ്, ഇത്ര ലീനാണ്, അപ്പോൾ എന്ത് ചെയ്യണം, ഒരുപാട് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കണം എന്ന് നമ്മൾ എക്സസ് ആയിട്ട് ചിന്തിക്കുകയാണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ റുട്ടീൻസിനെയൊക്കെ ബാധിക്കുകയാണ്. അപ്പോൾ അതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അതേപോലത്തെ ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ് ബുളീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ബുളീമിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരുപാട് ഫുഡ് കഴിക്കുകയാണ്, ഇങ്ങനെ ക്രേവിങ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഇൻ്റർവെല്ലിനനുസരിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിച്ച് നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ഓക്കെ നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചു, അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഫുഡൊക്കെ പുറത്തേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇൻറ്റൻഷനലി നമ്മൾ എന്ത് ചെയ്യാണ്, വൊമിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആക്കുകയാണ് ഈ കഴിച്ച ഫുഡിനൊക്കെ ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡിസോർഡറിന് പറയുന്ന പേരാണ് ബുളീമിയ, എക്സസ് ആയിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഈ ബുളീമിയ ഏത് കാറ്റഗറിയിലായിരിക്കും വരിക, ഇതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. പിന്നെ ആൻസർ എന്താണ്, ഈറ്റിംഗ് ഡിസോർഡർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വിറ്റമിൻ ഈസ് ഓൾസോ നോൺ ആസ് തയമിൻ? ഏത് വിറ്റമിനാണ് തയമിൻ എന്നുകൂടി അറിയപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു കുറേ അധികം വിറ്റമിൻസ് ഉണ്ട്. ഈ വിറ്റമിൻസിനൊക്കെ എന്തുണ്ടാകും, കുറേ കെമിക്കൽ നെയിംസുകൾ കൂടി ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും കെമിക്കൽ നെയിംസ് നോക്കാം. ഇവിടെ നോക്കൂ, വിറ്റമിൻ B2. ഈ വിറ്റമിൻ B2 ഈസ് ഓൾസോ നോൺ ആസ്, അതിൻ്റെ കെമിക്കൽ നെയിമാണ് റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. ഇനി വൈറ്റമിൻ B3. ഈ വൈറ്റമിൻ B3നെ അറിയപ്പെടുന്ന പേരാണ് നിയാസിൻ. ഇനി വൈറ്റമിൻ വൈറ്റമിൻ B12. ഈ B12 അറിയപ്പെടുന്ന പേരാണ് സയനോകൊബാലമിൻ. ഇനി വൈറ്റമിൻ B1 അറിയപ്പെടുന്ന പേരാണ് തൈമിൻ. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, വൈറ്റമിൻ B2 ആണെങ്കിൽ അത് അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 ആണെങ്കിൽ അത് നിയാസിൻ, വൈറ്റമിൻ B12 ആണെങ്കിൽ അത് സയനോകൊബാലമിൻ, വൈറ്റമിൻ B1 ആണെങ്കിൽ തയമിൻ. ഈ വൈറ്റമിൻ B1 നമ്മൾ തവിടിലൊക്കെ, അരി ഉണ്ടാവില്ലേ, അതിൻ്റെ തവിടിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B1 എന്ന് പറയപ്പെടുന്നത്. ഈ വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ബെറി എന്നൊരു ഡിസീസിന് കൂടി കാരണമാവുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, തയമിൻ അല്ലേ, ഏത് വൈറ്റമിനാണ് തയമിൻ എന്ന കെമിക്കൽ നെയിമിൽ അറിയപ്പെടുന്നത്? ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ B1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? വൈറ്റമിൻ B1. In human body, the food passes through a continuous canal which begins at dash and ends at anus. Okay. നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്, അത് എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ അവസാനിക്കുന്നു അല്ലേ. ഈ ഫുഡ് പോകുന്ന ഒരുപാട് പാർട്ടുകളുണ്ട്. അപ്പോൾ ഈ പാർട്ടുകളിൽ എവിടെ തുടങ്ങിയിട്ടാണ് എയ്നസിലൂടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് എൻഡിങ് പാർട്ട് നമുക്കറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് എയ്നസിലാണ്. ഇത് എവിടെ തുടങ്ങുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് കനാൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മൗത്ത് അല്ലേ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കനാൽ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഫ്ലോ ചാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കുന്നത് മൗത്തിലൂടെയാണ് അല്ലേ. മൗത്തിലൂടെ ഫുഡ് എടുത്തു. ഈ മൗത്തിലൂടെ ഫുഡ് എടുത്തിട്ട് എന്തുണ്ട്, മൗത്തിൽ ഓറൽ ക്യാവിറ്റി ഉണ്ട് അല്ലേ. ഈ മൗത്തിൽ ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഈ ഓറൽ ക്യാവിറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബക്കൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ബക്കൽ ക്യാവിറ്റി. ഈ ബക്കൽ ക്യാവിറ്റിയിലാണ് എന്തുള്ളത്, നമ്മുടെ ടീത്ത് ഉള്ളത്, അതേപോലെ ടങ് ഉള്ളത്. അപ്പോൾ ഫുഡ് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ എങ്ങോട്ടേക്ക് പോകുന്നു? അത് ഫാരിങ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിൽ ഏതിലാണ്? ഫാരിങ്സ്. അപ്പോൾ മൗത്തിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഫാരിങ്സിലേക്ക്. ഫാരിങ്സിൽ നിന്നും എവിടേക്കാണ് പോകുന്നത്? ഈസോഫാഗസിലേക്കാണ്. ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് എത്തുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് എത്തുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നീട് അവിടെ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം. ബാക്കി വരുന്ന ഫുഡ് ഏതിലൂടെ പോകുന്നു? എയ്നസിലൂടെ ഡിസ്പോസ് ചെയ്യുന്നു. ഡിസ്പോസൽ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് പൈപ്പിൻ്റെ ഫ്ലോ ചാർട്ട്. ആദ്യം മൗത്തിലേക്ക് എത്തുന്നു, ഫാരിങ്സ്, ഈസോഫേഗസ്, സ്റ്റൊമക്,
സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം, ഏനസിലൂടെ ഫുഡ് പുറത്തേക്ക് എത്തുന്നു. അപ്പം ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ചോദിക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മൗത്തിൽ അല്ലേ. മൗത്തിൻ്റെ ക്യാവിറ്റീൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഓറൽ ക്യാവിറ്റി, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ബക്കൽ ക്യാവിറ്റി. ഓപ്ഷനിൽ നോക്കൂ, ഇവിടെ ബക്കൽ ക്യാവിറ്റി ഉണ്ടല്ലോ. അപ്പം ഇതെന്താണ്? ബക്കൽ ക്യാവിറ്റിയാണ് ആൻസർ. മൗത്തിലെ ഈ ഓറൽ ക്യാവിറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇനി the dash is the site of the complete digestion of carbohydrate, protein and fat. നമ്മളിപ്പോൾ ഫുഡ് പൈപ്പ് പറഞ്ഞു അല്ലേ, ഡൈജസ്റ്റീവ് കനാൽ പറഞ്ഞു. അതിലൂടെ ആദ്യം മൗത്തിലേക്ക് എത്തി, മൗത്തിൽ നിന്ന് ഫാരിങ്സിലേക്ക് എത്തി, ഫാരിങ്സിൽ നിന്ന് ഈസോഫേഗസിലെത്തി, ഈസോഫേഗസ് സ്റ്റൊമക്കിലേക്ക് എത്തി, അവിടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പിന്നെ റെക്ടം, ഏനസ്. അപ്പോൾ ഇതിലെവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പം എന്ത് നടക്കുന്നു? കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഡൈജഷൻ നടക്കുന്നു. അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ലിവറിൽ വെച്ചിട്ടാണോ നടക്കുന്നത്? ലിവറിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫുഡ് എവിടെയാണ്? ഫുഡ് പൈപ്പിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലിവറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും, മിക്കവാറും ഒരു ആസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ ആസിഡിക് നേച്ചറുള്ള ഈ ഫുഡിനെ ഒരു ബേസ് ആക്കാൻ വേണ്ടിയിട്ട് ലിവർ എന്ത് ചെയ്യും? ഒരു ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഫുഡിനെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെന്താക്കും? ഒരു ബേസ് നേച്ചറാക്കിയിട്ട് മാറ്റും. അസിഡിക് ആയിട്ടുള്ള നേച്ചർ ബേസ് നേച്ചറായിട്ട് മാറ്റും. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫുഡ് എത്തുമ്പോൾ നമ്മുടെ ഡൈജഷന് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഏതിൻ്റെയൊക്കെ ഡൈജഷനാണ് നോക്കാം? കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഡൈജഷൻ എവിടെ വെച്ച് നടക്കുന്നു? സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് എന്താ നടക്കുന്നത്? ഇത്രയും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇത്രയും ഡൈജഷൻ മാത്രമേ എവിടെ നടന്നിട്ടുള്ളൂ? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടന്നിട്ടുള്ളൂ. ബാക്കി വാട്ടർ ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, ബാക്കി വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഡൈജഷൻ എവിടെയാണ് നടക്കുന്നത്? ലാർജ് ഇൻറ്റെസ്റ്റൈനിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not one of the 5 basic food groups suggested by the Indian Council of Medical Research, ICMR? ICMR നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് 5 തരത്തിലുള്ള ഫുഡ് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരതിനെ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പെടാത്ത ഫുഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് 5 ഗ്രൂപ്പ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ഒന്നാമത്തത് പറയുന്നത് cereals and products. എന്താ ഈ സീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ എന്ന് പറയില്ലേ, നമ്മുടെ അരി, ചോളം, ഗോതമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് സീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതാണ് പൾസസ് ആൻഡ് ലെഗ്യൂംസ്. എന്താണ് ഈ പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പൾസസ് എന്ന് പറഞ്ഞാൽ പയറ് വർഗ്ഗങ്ങൾ, ഈ പരിപ്പ്, അതുപോലെ ചെറുപയർ, ഇങ്ങനെയുള്ള കടല, ഇങ്ങനെയുള്ള പയറ് വർഗ്ഗങ്ങളെയാണ് നമ്മൾ പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് മിൽക്ക് ആൻഡ് മീറ്റ് പ്രൊഡക്റ്റ്. ഈ മിൽക്ക് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിൽ വരുന്നതാണ് നമ്മുടെ പാല്, അതേപോലെ ഫിഷ്, എഗ്ഗ്, ഇറച്ചി, ഇതൊക്കെ മിൽക്ക് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിൽ ഉൾപ്പെടും. നാലാമത്തെ ഗ്രൂപ്പാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പാണ് ഫാറ്റ് ആൻഡ് ഷുഗർ. അഞ്ചാമത്തെ ഗ്രൂപ്പിൽ ഏതാണ് വരുന്നത്? ഫാറ്റ് ആൻഡ് ഷുഗർ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ സീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്, പൾസസ് ആൻഡ് ലെഗ്യൂംസ്, മിൽക്ക് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫാറ്റ് ആൻഡ് ഷുഗർ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞിട്ടുള്ള 5 ഗ്രൂപ്പുകൾ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മിൽക്ക് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് അത് നമ്മുടെ ഇതിലുണ്ടല്ലോ, ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എന്തായാലും അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ് ഇതിൽ കാണുന്നില്ല. ഇനി അടുത്ത് നോക്കൂ, പൾസ് ആൻഡ് ലെഗ്യൂംസ്. പൾസസ് ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ് ഉറപ്പായിട്ടും അതോടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ എന്തിലില്ല? ഈ ICMR പറഞ്ഞിട്ടുള്ള ഈ 5 ഫുഡ് ഗ്രൂപ്പിൽ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ എന്നുള്ളൊരു വേർഷൻ ഇല്ല. പകരം ഇത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. കുറച്ച് പെയേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ടൊന്ന്
മാച്ച് ചെയ്യാം. ഫസ്റ്റ് നോക്കൂ, cereals ആൻഡ് ഗ്രെയിൻസ്, മിൽക്ക് ആൻഡ് മീറ്റ്, ഫാറ്റ് ആൻഡ് ഷുഗർ, പൾസസ് ആൻഡ് ലെഗ്യൂംസ്. നമുക്കറിയാം cereals ആൻഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അരി, വീറ്റ്, ചോളം അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ എന്ത് പറയുക cereals ആൻഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, cereals ആൻഡ് ഗ്രെയിൻസിന് മാച്ച് ചെയ്തിട്ടുള്ളത് എന്താണ്? ലെൻറ്റിലാണോ? ലെൻറ്റിൽ എന്ന് പറയുന്നത് പരിപ്പ് അങ്ങനെയുള്ള വർഗ്ഗങ്ങളാണ് ലെൻറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ റൈസ്, ഫിഷ്, ഗീ, ഇതിലേതായിരിക്കും വരിക? നമുക്കറിയാം cereals ആൻഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, അത് അരി അല്ലേ, ഈ റൈസിലേക്ക് പോകുന്നു. എ എന്ന് പറയുന്നത് രണ്ടിനാണ് മാച്ച് വരുന്നത്. മിൽക്ക് ആൻഡ് മീറ്റ് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാകും അല്ലേ, ഫിഷ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ഫിഷ്. ഇനി ഫാറ്റ് ആൻഡ് ഷുഗറിൽ വരുന്നത് നോക്കൂ, ഗീ അല്ലേ, ഇതൊരു ഫാറ്റ് ആൻഡ് ഷുഗറിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗീ. ഇനി നോക്കൂ, പൾസസ് ആൻഡ് ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു പരിപ്പ് അല്ലേ, ലെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറ്, പരിപ്പ്, തുവര ഇങ്ങനെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പൾസസ് ആൻഡ് ലെഗ്യൂംസ് വരുന്നത് ലെൻറ്റിൽസിലേക്കും. അപ്പം A 2, B 3, C 4, D 1. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും വരിക? ബി ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 kilocalories ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ബൈ 1 gram ഓഫ് പ്രോട്ടീൻ. ഇതിൻ്റെ ആൻസർ 1 gram ഓഫ് പ്രോട്ടീൻ ആണ്. 1 gram ഓഫ് പ്രോട്ടീനിൽ എത്ര കലോറീസ് ഉണ്ട്? 4 കലോറീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റിലും എത്ര കലോറീസ് ഉണ്ടാകും? 4 കലോറീസ് ഉണ്ടാകും. ഇനി 1 gram ഓഫ് ഫാറ്റിലാണെങ്കിലോ അത് 9 കലോറീസ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 gram ഓഫ് പ്രോട്ടീൻ ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം ഫ്രം ഷുഗർ കെയിൻ? ഷുഗർ കെയിനിൽ നിന്നും വരാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്നും വരാത്ത പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നോക്കൂ, ഗൻസാരി. ഈ ഗൻസാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിമ്പിൽ നിന്ന് പഞ്ചസാര നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഷുഗർ വരുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം അത് കരിമ്പിൽ നിന്നാണ്, ഷുഗർ കെയിനിൽ നിന്നാണ്. അപ്പം ഷുഗർ കെയിനിൽ നിന്നും ഈ ഷുഗർ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പം അൺറിഫൈൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു വൈറ്റ് ക്രിസ്റ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൻസാരി എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ഷുഗർ കെയിനിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഗൻസാരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ നോക്കൂ, മൊളാസസ് എന്ന് പറയുന്നത് ഈ ഷുഗർ കെയിൻ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് മൊളാസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്കറിയാം മൊളാസസ് എവിടെ നിന്ന് വരുന്നു? ഷുഗർ കെയിനിൽ നിന്ന് വരുന്നു അല്ലേ. ഷുഗർ കെയിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് മൊളാസസ് എന്ന് പറയുന്നത്. ഇനി നാലാമത് നോക്കൂ, ഷുഗർ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഷുഗർ കെയിനിൽ നിന്നാണ് ഷുഗർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഹണി നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഹണി എന്ന് പറയുന്നത് നെക്ടേഴ്സിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. കളക്റ്റഡ് ബൈ ബീസ് ആണ് ഹണി നമ്മൾ കണക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം ഇതെന്താണ് ആൻസർ? ഇതിൽ ഏതാണ് വരുന്നത്? ഹണിയാണ് വരുന്നത്. ബാക്കിയൊക്കെ ഷുഗർ കെയിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ മില്ലറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. മില്ലറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ മില്ലറ്റ് എന്ന് പറയുന്നത് എന്താ? ചെറുധാന്യങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, തിന എന്നൊക്കെ പറയില്ലേ, ചെറുധാന്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്ലറ്റ് എന്ന് പറയുന്നതിൽ. ഇതിൽ റാഗി, ബജ്ര, ജോവർ ഇതൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളാണ്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ട്യൂബർ ക്രോപ്പാണ് അല്ലേ. നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ വളരുന്ന ഒരു ക്രോപ്പാണ്. ഒരുപാട് സ്റ്റാർച്ചൊക്കെയുള്ള മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഒരു ക്രോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്യൂബർ ക്രോപ്സ്. ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഇവയൊക്കെ എന്താണ്? ട്യൂബർ ക്രോപ്സിന് ഉദാഹരണമാണ്. അപ്പോൾ റാഗി, ബജ്ര, ജോവർ ഇവയൊക്കെ മില്ലറ്റാണ്. ഇതെന്ന് പറയുന്നത് ട്യൂബർ ക്രോപ്പാണ്. ഇതിൻ്റെ ആൻസർ ഇതാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മില്ലറ്റ് ഇയറായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം. 2023 നമ്മൾ UN ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് എന്നാണ്. അപ്പം അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഓർത്ത് വയ്ക്കുക. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബയോളജിയിലെ കുറച്ച് നോട്ട്സുകളാണ്, പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ഇതിൻ്റെ PDF ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും PDF ഡൗൺലോഡ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.